നമ്മളുടെ എച്ച് എം ആണ്. എച്ച് എം ആണ് ഇപ്പോൾ ഉള്ളത്. ടീച്ചറെ, വളരെ വിഷമകരമായ സംഭവമാണ് ഉണ്ടായത്. ഇത് കിടക്കുന്ന കാര്യം നേരത്തെ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതല്ലേ? KCB ശ്രദ്ധപ്പെടുത്തിയിരുന്നതാണ്. അപ്പോൾ അത് കേബിൾ ആക്കാവുന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാണ് നമ്മൾ ഇത് KCBയുടെ ശ്രദ്ധയിലേക്ക് വിഷയം കൊണ്ടുവരുന്നത്? മെയ് മാസത്തിലാണ്. പക്ഷേ പിന്നീട് ഇത് മാറ്റാനുള്ള നടപടി ഉണ്ടായില്ല. നടപടിയുണ്ടല്ലോ, കേബിൾ ആക്കാനുള്ള നടപടിയാണ്. കേബിൾ ആക്കുവാണ്, ഉടനെ കേബിൾ ആക്കുമെന്നുള്ളതാണ് നമ്മളെ അറിയിച്ചത്. എന്താണ് ഇന്ന് സംഭവിച്ചതെന്ന കാര്യത്തിൽ ടീച്ചറിന് ഒരു വിവരം കിട്ടിയിരുന്നോ? ഇന്ന് സംഭവിച്ചത്, ഇന്ന് കുട്ടികൾ അവിടെ ചെരുപ്പ് തട്ടിയിട്ട് ഒരു കുട്ടിയുടെ ചെരുപ്പ് ഇതിൻ്റെ മുകളിലേക്ക് എടുത്ത് എറിഞ്ഞതായിട്ടാണ് പറയുന്നത്. ാണ് അപകടമുണ്ടായത്. ഷോക്കേറ്റ വൈദ്യുതി ലൈനിൽ നിന്നാണ് കുട്ടി മരിച്ചത്. നേരത്തെ ഹെഡ് മിസ്ട്രസിനോട് സംസാരിക്കുകയായിരുന്നു അരുൺ രാജ്. എന്താണ് ഹെഡ് മിസ്ട്രസ് പറയുന്നത്? ഇത് മെയ് മാസത്തിൽ തന്നെ ഇതിൻ്റെ പരാതി കൊടുത്തു എന്ന് ഹെഡ് മിസ്ട്രസ് പറയുകയായിരുന്നു. മെയ് മാസം കഴിയുമ്പോൾ ജൂൺ കഴിയുന്നു, ജൂലൈ 17 ആവുന്നു ഇപ്പോൾ കേട്ടോ. അപ്പോൾ മെയ് മാസം മുതൽ ഈ പരുവത്തിൽ ഇത് കിടക്കുകയാണ് എന്നുകൂടിയാണ് ആ ഹെഡ് മിസ്ട്രസ് പറഞ്ഞതിൻ്റെ അർത്ഥം. KCB ഒരു നടപടിയും സ്വീകരിച്ചു. എന്തോ കേബിളാക്കാം എന്നെന്തോ ഉറപ്പ് കൊടുത്ത് പോയി എന്ന ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന് പറയുന്നു. ശരി, KCBയുടെ ഭാഗത്ത് അതിഗുരുതരമായ അനാസ്ഥ ഉണ്ടാകുന്നു. പക്ഷേ അങ്ങനെ അനാസ്ഥ ഉണ്ടായെങ്കിൽ ഇത് മറ്റൊന്നും അല്ലല്ലോ. ഇത് എന്താണ്? ഇത് ഉറപ്പായും ജീവൻ നഷ്ടമാകുമെന്ന് ഉറപ്പിക്കാവുന്ന ഒരു അപകട സംവിധാനമാണല്ലോ. എന്നിട്ടും ആരും ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് അങ്ങേയറ്റം സങ്കടം ഉണ്ടാക്കുന്ന, വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. അതൊരു വലിയ സ്കൂളാണെന്ന് പറയുന്നു. നമുക്ക് സ്കൂളിൻ്റെ നേരത്തെ സ്കൂളിൻ്റെ ക്ലാസ് റൂമുകളും ഒക്കെ കണ്ട് മനസ്സിലാകും. അതൊരു വലിയ സ്കൂളാണ്. ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന ആ മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു സ്കൂളാണ്. ആ സ്കൂളിൽ ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ ഉള്ള ഒരു സ്കൂളാണ്, പ്രധാന സ്കൂളാണ് ആ സ്കൂളിലാണ് ഈ മട്ടിൽ ഒരു KCB വൈദ്യുതി ലൈൻ ഇത്രത്തോളം താഴ്ന്ന് അവിടെ കിടന്നിട്ട് ആരും ഇടപെടാതെ പോയത് കാരണം ഒരു കുഞ്ഞിൻ്റെ ജീവൻ അതിൽ നഷ്ടമായതും അങ്ങേയറ്റം വേദനാജനകമായ, സങ്കടകരമായ കാര്യമാണ്. അരുൺ തുടരുന്നു. അരുൺ, മെയ് മാസത്തിൽ പരാതി കൊടുത്ത കാര്യം പറയുകയായിരുന്നു ഹെഡ് മിസ്ട്രസ്. അഷ്മി, തീർച്ചയായും ഇതിൽ പരാതി തങ്ങൾ നേരത്തെ തന്നെ കൊടുത്തിരുന്നു, മെയ് മാസത്തിൽ കൊടുത്തിരുന്നു എന്നുള്ളതാണ് ഈ പ്രിൻസിപ്പൽ അടക്കം ഇക്കാര്യത്തിൽ പറയുന്നത്. ഇക്കാര്യത്തിൽ പിന്നീട് ഇത് കേബിൾ ആക്കാം എന്ന് വൈദ്യുതി വകുപ്പിൽ നിന്ന് KCBയിൽ നിന്നടക്കം മറുപടി ലഭിച്ചു. പക്ഷേ ഇത് പിന്നീട് ഉണ്ടായില്ല. അതൊരു കാലതാമസം നേരിട്ടു എന്ന കാര്യം ഇപ്പോൾ തന്നെ ഹെഡ് മിസ്ട്രസ് സമ്മതിക്കുന്നുണ്ട്. ഇത് എന്താണ് സംഭവിച്ചത്? ഇതാണ് സ്കൂളിന്റെ പ്രധാനപ്പെട്ട കെട്ടിടം. ഈ കെട്ടിടത്തിൽ നിന്നാണ് ഈ മിഥുൻ ഇന്ന് രാവിലെ ഇവിടേക്ക് എത്തുന്നു. തുടർന്ന് ഈ സ്കൂൾ കളിക്കുന്നതിനിടയിലാണ്, അത് ഗ്രൗണ്ടാണ്, ആ കളിസ്ഥലമാണ് അതിന് സമീപത്തായിട്ടുള്ളത്. അവിടെ കളിക്കുന്നതിനിടയിലാണ് അബദ്ധത്തിൽ ഈ മിഥുന്റെ ചെരുപ്പ് അവിടേക്ക് വീഴുന്നത്. ഈ സമീപത്ത്, ഇത് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം, ഈ വരാന്തയിലൂടെ തന്നെ കടന്നു പോകാം. ഇതിന് സമീപത്താണ് ഇതിന്റെ കെട്ടിടം. അത് ഈ പുതിയ കെട്ടിടവും പഴയ കെട്ടിടവും കൂടെ ചേർന്നതാണ്. ഈ ഭാഗത്തേക്ക് ചെരുപ്പ് വീഴുകയായിരുന്നു ചെയ്തത്. തുടർന്നാണ് ഈ ചെരുപ്പ് എടുക്കാൻ വേണ്ടി മിഥുൻ ആദ്യം ഈ സ്കൂളിന്റെ താഴെ നിന്ന് ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. പിന്നെ അതിൻ്റെ മുകളിലേക്ക് അവൻ കയറുകയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഏത് വഴിയാണ് കയറിയതെന്ന് അറിയാം. ഇനി അതിൻ്റെ അകത്തൂടെ ഇങ്ങോട്ടേക്ക് ഇറങ്ങാനുള്ള എന്തെങ്കിലും വഴി വല്ലതും ഉണ്ടോ, അതോ ഇതൊരു വലിഞ്ഞ് മുകളിലേക്ക് കയറിയതാണോ എന്ന കാര്യം അറിയില്ല. എന്തായാലും ഉണ്ടായത് സങ്കടമാണ്. അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലും തരത്തിൽ അതിൽ തട്ടാതെ നിൽക്കാൻ ഒരു കുട്ടിക്കും കഴിയില്ല. അതിൻ്റെ മുകളിൽ ബെഞ്ചൊക്കെ കിടപ്പുണ്ട്. ബെഞ്ചൊക്കെ എന്തിനാണ് ഇട്ടേക്കെന്ന് അറിയില്ല. എന്തായാലും അതിൻ്റെ മുകളിൽ കയറി നിൽക്കാൻ ഒരു കുട്ടിക്ക് എന്തായാലും അത് കഴിയില്ല. അത് സംഭവിക്കാനുള്ളത് അങ്ങനെ സംഭവിച്ചു എന്ന് തന്നെയാണോ മനസ്സിലാക്കാൻ. ചെരുപ്പ് അതിന് മുകളിൽ വീണു. രാവിലെ കളിക്കാൻ വന്നതാണ് പാവം. രാവിലെ കുട്ടികൾക്ക് കളിക്കാൻ വന്നതാണ്. കളിക്കിടയിൽ എങ്ങനെ ചെരുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരുപ്പറൊക്കെ ഉണ്ടാവുമല്ലോ, കുഞ്ഞുങ്ങളല്ലേ. അപ്പോൾ അങ്ങനെ എന്തോ വീണതാണ് ആ ചെരുപ്പ്. അതെടുക്കാൻ കയറിയതാണ് ഈ ദുരന്തത്തിലേക്ക് എത്തിയത്. മെയ് മാസത്തിൽ തന്നെ ഇത്തരത്തിലുള്ള പരാതികൾ കൊടുത്തതാണ് എന്ന് ഹെഡ് മിസ്ട്രസ് നമ്മളോട് പറഞ്ഞു. നേരത്തെ അരുൺ രാജിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. മെയ് മാസത്തിൽ പരാതി കൊടുത്തിട്ട് അത് കേബിളാക്കാം എന്നെന്തോ പറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോഴും ഉണ്ടാകുന്ന ചോദ്യം, ഇത്രയും ഇത് ഇപ്പോൾ താഴെ ഭൂമിനിരപ്പിൽ നിന്നും ഈ ഷെഡിന് അധിക ഉയരമില്ല. ആ ഷെഡിനോട് തൊട്ടില്ലെന്ന മട്ടിൽ പോകുന്ന ഈ പറയുന്ന ആ വൈദ്യുത ലൈൻ താഴെ നിരപ്പിൽ നിന്ന് തന്നെ അധിക ഉയരത്തിലില്ല. അങ്ങനെ കടന്നിട്ടും ഇത് അപകടമുണ്ടാക്കുമെന്ന് ഏത് കുഞ്ഞിനും ഒറ്റനോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാവുന്ന ഒരു അപകടാവസ്ഥയിൽ നിന്നിട്ടും KCB ചെയ്തില്ലെങ്കിൽ ആരും ഒന്നും ചെയ്യാൻ നിൽക്കുമോ? അങ്ങനെയാണോ ഒരു നാട്ടിൽ ഒരു സംവിധാനം പ്രവർത്തിക്കുന്നത്? അങ്ങനെയാണോ ഒരു നാട്ടിൽ ആ പൗരസമൂഹം, അവിടുത്തെ സംഘടനകൾ, അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ, അവിടുത്തെ വിദ്യാർത്ഥി സംഘങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്? അങ്ങനെയാണോ? അങ്ങനെ കയ്യും കെട്ടി മാറി നിൽക്കാനാണോ സാധാരണ ഉണ്ടാവുക? പുതിയ സംഘടന, നമുക്കറിയില്ല. പണ്ടങ്ങനൊന്നും, ഒരുപക്ഷെ കുറച്ചാൾ മുമ്പ് അങ്ങനൊന്നും ആയിരുന്നില്ല. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ തൽക്കാലം അപകടം ഒഴിവാക്കാനെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ആൾക്കാർ ചെയ്യുമായിരുന്നു. ഇതങ്ങനെ നിന്നു എന്നാണ് പറയുന്നത്.